ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊഡക്റ്റ് വേരിയൻറ്റിനെ കുറിച്ചാണ്. പ്രൊഡക്റ്റ് വേരിയൻ്റ് എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ പ്രൊഡക്റ്റിൻ്റെ വേരിയൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനാദ്യമായിട്ട് ഇൻവെൻട്രി മൊഡ്യൂൾ ഓപ്പൺ ചെയ്യുക. ഇവരുടെ പ്രൊഡക്ട്സ് എന്നുള്ളൊരു മെനു കാണാൻ പറ്റും. അപ്പോൾ കോൺഫിഗറേഷനിൽ പ്രൊഡക്റ്റ് വേരിയൻറ്റ് ഇനാബിൾഡ് ആണോ എന്ന് നോക്കണം. കോൺഫിഗറേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ സെർച്ച് ചെയ്ത് നോക്കാം പ്രൊഡക്റ്റ് വേരിയൻറ്റ്. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ഇടയിൽ വേരിയൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഇനേബിൾ ചെയ്യണം. ഇത് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു മെനു വിസിബിൾ ആവുള്ളൂ. പ്രൊഡക്റ്റ് വേരിയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ കോൺഫിഗറേഷനിൽ നമുക്ക് ആട്രിബ്യൂട്ട്സ് എന്ന് കാണാം. നമുക്ക് ആട്രിബ്യൂട്ട്സ് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. ഓൾറെഡി ഡിഫോൾട്ട് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കളർ ഒരു ആട്രിബ്യൂട്ടാണ്. ജെൻഡർ, മെറ്റീരിയൽ, അതുപോലെ ബ്രാൻഡ്, സൈസ്, ഇതൊക്കെ ഡീഫോൾട്ടായിട്ട് ഓർഡറിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആട്രിബ്യൂട്ടാണ്. ആട്രിബ്യൂട്ടിൻ്റെ പേരാണ്. അതുപോലെ ഡിസ്പ്ലേ ടൈപ്പ് ഉണ്ട്, റേഡിയോ, പിൽസ്, അതുപോലെ സെലക്ട്, കളർ, പിന്നെ അതുപോലെ വേരിയൻറ്റ് ക്രിയേഷൻ ഉണ്ട്. ഇൻസ്റ്റൻ്റ്ലി ആണോ, ഡൈനാമിക്കലി ആണോ, നെവർ ആണോ എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഞാനൊരു ടീഷർട്ട് എന്നുള്ളൊരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ പ്രോഡക്റ്റിൽ പോയി ഞാനിവിടെ ടീഷർട്ട് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ടീഷർട്ടിൽ നമുക്ക് ഇതിൻ്റെ പ്രൊഡക്റ്റ് വേരിയൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യണം. വേരിയൻറ്റുകൾ എന്ന് വെച്ചാൽ കളർ വേരിയൻസ് ഉണ്ടാവാം, സൈസ് വേരിയൻസ് ഉണ്ടാവാം, ഇനി ജെൻഡർ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ, മെറ്റീരിയൽ, ബ്രാൻഡ്, പല രീതിയിൽ വരാം. അപ്പോൾ വേരിയൻറ്റുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ആട്രിബ്യൂട്ട്സ് ആൻഡ് വേരിയൻറ്റ്സ് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ള ആട്രിബ്യൂട്ട് ഇവിടെ കാണിക്കും. അപ്പോൾ കളർ അവൈലബിൾ ആണ്. കളറിൻ്റെ വാല്യൂസ് നമുക്കിവിടെ കൊടുക്കാം. റെഡ് കൊടുത്തു, അതുപോലെ ബ്ലാക്ക്, വൈറ്റ്, ദെൻ ഗ്രീൻ. അപ്പോൾ 4 കളറുള്ള ടീഷർട്ടാണ് ഉള്ളത്. അതേപോലെ തന്നെ അടുത്ത ആട്രിബ്യൂട്ട് ഞാനിവിടെ സൈസ് കൊടുക്കുകയാണ്. സൈസ് കൊടുക്കുന്ന സമയത്ത് സ്മോൾ ഉണ്ടാവാം, അതുപോലെ മീഡിയം, ലാർജ്, എക്സൽ, ഇത്ര ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ കൊടുക്കാം, അതുപോലെ പാറ്റേൺ, ജെൻഡർ, മാനുഫാക്ചർ, ഏജ് ഗ്രൂപ്പ്, ഈ രീതിയിലൊക്കെ കൊടുക്കാം. അപ്പം ഈ ഒരു കളറും സൈസും മാത്രം ഞാനിപ്പോൾ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഞാനിവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ടീഷർട്ട് എന്നുള്ളൊരു പ്രൊഡക്റ്റാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. അതിൻ്റെ വേരിയൻ്റായിട്ട് കളറും സൈസും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 16ഓളം വേരിയൻറ്റുകൾ ക്രിയേറ്റ് ആവും. അതായത് റെഡ് സ്മോൾ, റെഡ് മീഡിയം, റെഡ് ലാർജ്, റെഡ് എക്സൽ, ആ രീതിയിൽ വരും. അതുപോലെ ബ്ലാക്കിൻ്റെ കോമ്പിനേഷൻ, വൈറ്റ് ഗ്രീൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ ഞാനിതിവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ടോപ്പിൽ കണ്ടോ 16 വേരിയൻറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ. ഞാനിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഓരോ വേരിയൻറ്റിനനുസരിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അപ്പോൾ ഓരോ വേരിയൻറ്റിനും എനിക്കിവിടെ ഇൻറ്റേർണൽ റെഫറൻസ്, ഐറ്റം കോഡും ബാർ കോഡും സെറ്റ് ചെയ്യാം. അതുപോലെ അതിൻ്റെ കോസ്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ നമുക്ക് സെല്ലിംഗ് പ്രൈസ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കളറിൽ നേരെ ഇവിടെ കോൺഫിഗർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് എക്സ്ട്രാ പ്രൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ടീഷർട്ടിന് ഞാനൊരു മിനിമം പ്രൈസ് ഇവിടെ സെയിൽസ് പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഓരോ ആട്രിബ്യൂട്ട്സിന് എത്രയാണോ എക്സ്ട്രാ വരുന്നത് ആ രീതിയിലാണ് പ്രൈസിങ് വരിക. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും അതിൻ്റെ വേരിയൻറ്റ് സെറ്റ് ചെയ്യുന്നതും. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ടൈപ്പാണ്. ഇപ്പം നമുക്ക് ഇ കൊമേഴ്സിലൊക്കെ വിസിബിൾ ആവേണ്ടത് എങ്ങനെയാണ്, അത് ഡ്രോപ്പ് ഡൗൺ ആയിട്ടാണോ, റേഡിയോ ബട്ടൺ ആയിട്ടാണോ, എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് ആ ഡിസ്പ്ലേ ടൈപ്പ്. നമ്മൾ നേരത്തെ ഇവിടെ ആട്രിബ്യൂട്ട്സിൽ കണ്ടില്ലേ, ആട്രിബ്യൂട്ട്സിൽ ഡിസ്പ്ലേ ടൈപ്പ് ഉണ്ട്, റേഡിയോ, പിൽസ്, സെലക്ട്, കളർ, മൾട്ടി, ചെക്ക് ബോക്സ്, ആ ഒരു രീതിയിലൊക്കെ. ഈ ഒരു കാര്യങ്ങൾ നമുക്ക് ഇ കൊമേഴ്സിൽ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാമെന്നൊക്കെയുള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ബേസിക്കലി നമുക്കിവിടെ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ആ പ്രൊഡക്റ്റിന് എഗെയിൻസ്റ്റ് വേരിയൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാനിപ്പം ടീഷർട്ടാണ് ക്രിയേറ്റ് ചെയ്തത്. ടീഷർട്ടിന് 16 വേരിയൻറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ വേരിയൻറ്റിൻ്റെ സെയിൽസ് പ്രൈസും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റോക്ക്, ഐറ്റം കോഡ്, ബാർ കോഡൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.